നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അനിത ഷൺമുഖം എന്ന് പറയുന്ന 17 വയസ്സുള്ള വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന കഴിഞ്ഞ 2025 നീറ്റിന് 99.9% സ്കോർ നേടിയ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി. എനിക്ക് ഡോക്ടർ ആകുന്നത് ഇഷ്ടമല്ല, പക്ഷേ എന്റെ പാരന്റ്സ് എന്നെ ഡോക്ടർ ആക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ വർഷവും നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമിനേഷന്റെ പേരിൽ ജീവൻ കളയുന്ന മിനിമം 10 വിദ്യാർത്ഥികളെയെങ്കിലും പല തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു എൻട്രൻസ് റിപ്പീറ്റേഴ്സിന്റെ എണ്ണം കൂട്ടുകയും വിദ്യാർത്ഥികളിൽ അനാവശ്യ പ്രഷർ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തിക്സും ഇല്ലാണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന കുറേയേറെ കോച്ചിങ് സെന്റേഴ്സ് ആണ്. 2017 സെപ്റ്റംബർ മാസം 1-ാം തീയതി നമ്മളെല്ലാവരെയും വളരെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ടാണ് ആ ഒരു വാർത്ത ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത്. നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് അനിത ഷൺമുഖം എന്ന് പറയുന്ന 17 വയസ്സുള്ള വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു വാർത്ത. തമിഴ്നാട്ടിലെ കുഴുമൂർ എന്ന് പറയുന്ന വളരെ റൂറൽ ആയിട്ടുള്ള ഒരു വില്ലേജിലുള്ള ഒരു ആവറേജ് കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അനിത. സോ അനിതയ്ക്ക് പഠിക്കാൻ നല്ല മിടുക്കിയായിട്ടുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു. +2 അവർക്ക് 1200 ഏകദേശം 1176 മാർക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേങ്കിൽ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിച്ചില്ല. അപ്പൊ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ക്വാളിഫൈഡ് ആവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്ന ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനിലോട്ട് ഇനി എത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു പേടിയിൽ എന്ത് ചെയ്തു, ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടതായി. നമ്മൾ നീറ്റിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ 2013 മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തില് നീറ്റ് ഇഷ്ടപ്പെടുകയും നീറ്റ് ഇഷ്ടപ്പെടാണ്ടും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷം 2025 നീറ്റിന് 99.9% സ്കോർ നേടിയ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി. എനിക്ക് ഡോക്ടർ ആകുന്നത് ഇഷ്ടമല്ല, പക്ഷേ എന്റെ പാരന്റ്സ് എന്നെ ഡോക്ടർ ആക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു പ്രൊഫഷനിലോട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ജീവൻ കളയാണെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത ഒരു വിദ്യാർത്ഥി ഉണ്ട്. ആളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു നീറ്റിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന്റെ സ്ട്രെസ് കാരണം, അല്ലെങ്കിൽ നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ കളഞ്ഞതിന്റെ സ്ട്രെസ് കാരണം ആത്മഹത്യ ചെയ്യുന്നവരോ അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങളിലോട്ട് പെട്ടുപോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ വളരെ കൂടുകയാണ്. നമ്മൾ ഓരോ വർഷവും നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമിനേഷന്റെ പേരിൽ ജീവൻ കളയുന്ന മിനിമം 10 വിദ്യാർത്ഥികളെയെങ്കിലും പല തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2013 എന്ത് ചെയ്യുന്നത്, നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ എന്ത് ചെയ്തേക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അതിന് മുമ്പ് വരെ നമുക്ക് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIPMT ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രിലിമിനറി ടെസ്റ്റ് എന്ന പേരിൽ ഉണ്ടായിരുന്ന എക്സാമിനേഷനാണ് 2013 വരെ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ 2013 സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തേക്കുന്നത്, AIPMT മാറ്റിക്കൊണ്ട് നമുക്ക് നീറ്റ് എന്ന പേരിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സാമിനേഷൻ കൊണ്ടുവരും. പക്ഷേങ്കിൽ 2013 ഈ ഒരു എക്സാമിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലും 2015 വരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ഒരു എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലുള്ള കൗൺസിലിംഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റേറ്റിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഈ ഒരു എക്സാമിനേഷന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നീറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ വേണ്ട എന്ന് എതിർക്കുകയും കോടതി വ്യവഹാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുകയും ചെയ്തിരുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാട് തന്നെയായിരുന്നു. തമിഴ്നാട് പല തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളാണ് നീറ്റിനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫൈനലി എന്ത് ചെയ്തു, 2016 നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ തന്നെ എന്ത് ചെയ്തു, കൺഫേം ആവുകയും ചെയ്തു. അപ്പോൾ 2013 നീറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് CBSE ആയിരുന്നു അന്ന് നീറ്റിന്റെ എക്സാമിനേഷൻ നടത്തിയത്. അതിനുശേഷം 2016 വീണ്ടും എന്ത് ചെയ്തു, നീറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ CBSE തന്നെയാണ് എന്ത് നടക്കുന്നത്, നീറ്റിന്റെ എക്സാമിനേഷൻ നടത്തുന്നത്. അതിനുശേഷം 2019 എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ രൂപത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റിന്റെ എക്സാമിനേഷൻ നടത്തുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു എൻറ്റയർ ഡ്യൂറേഷൻ നമ്മൾ എടുത്താലും നീറ്റ് പല തരത്തിലുള്ള കോൺട്രവേഴ്സികളിലൂടെ ഓരോ വർഷവും കടന്നു പോയിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയറിന്റെ 2025 2024 എടുക്കുകയാണെങ്കിൽ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയും വീണ്ടും എക്സാമിനേഷൻ നടത്തുകയും ഇല്ലേ, അത്തരത്തിലുള്ള പല കോൺട്രവേഴ്സികളും എന്ത് ചെയ്തിട്ടുണ്ട് പല വർഷങ്ങളിൽ നീറ്റിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ 2025 നോക്കുകയാണെങ്കിൽ നീറ്റ് വളരെ പൂർണ്ണമായി നടന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു എൻറ്റയർ ഡ്യൂറേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെയും അത് കൂടാണ്ട് അത് അറ്റംപ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെയും ദെൻ അതിനുള്ളൊരു കോമ്പറ്റീഷനും എവരി ഇയർ വളരെ വലുതായിട്ട് തന്നെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ഇത്രയേറെ എന്ത് ചെയ്യുന്നത്, എഫർട്ട് എടുക്കുന്നത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണല്ലേ.
മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ എന്തിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷൻ ഏതൊക്കെ കോഴ്സസിന് വേണ്ടി നടത്തുന്നു എന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ MBBS BDS അത് കൂടാണ്ട് ആയുഷിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സസ്, ദെൻ സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികളുടെയും അത് കൂടാണ്ട് എയിംസ് അടക്കമുള്ള സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ. ദെൻ ഈ വർഷം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വെറ്റനറി കൗൺസിൽ ഓഫ് ഇന്ത്യയും ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നീറ്റ് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ വെറ്റനറിയുടെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. കഴിഞ്ഞ വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാമെങ്കിൽ അഡ്മിഷൻ എടുക്കാമായിരുന്നു. അതത് സ്റ്റേറ്റുകളുടെ തീരുമാനം അനുസരിച്ച് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. സോ ഈ വർഷം മുതൽ നീറ്റ് ഇല്ലാണ്ട് നമുക്ക് വെറ്റനറിക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത വർഷം മുതൽ BPTക്കും നീറ്റ് വേണമെന്നൊരു ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെയാണ് നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിന് ഇത്രയേറെ കോമ്പറ്റീഷൻ ഓരോ വർഷം കഴിയുമ്പോഴും കൂടി വരുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ കൂടി വരുന്നതിനനുസരിച്ചിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള സ്ട്രെസ് ഡേ ബൈ ഡേ വർദ്ധിച്ചു വരികയാണ്. ഞാൻ പല വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്ന സമയത്ത്, പല പാരൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതിൽ 4-5 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനെ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ വർഷവും ഇവരിങ്ങനെ അഡീഷണലി റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതിൽ മോർ ദാൻ ഒരു 80% വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോൾ അവരുടെ പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞിട്ട് മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്ത് ചെയ്യാൻ നല്ലൊരു പെർഫോമൻസ് വെച്ചിട്ടുണ്ടാവാം. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഓരോ അറ്റംപ്റ്റുകൾ കഴിയുന്നതോറും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്ട്രെസ് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് ബാക്കിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു കാര്യം ഒരു വിദ്യാർത്ഥിയും റിയലൈസ് ചെയ്യാണ്ട് 4-5 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇവരുടെ കൂടെ പഠിച്ച ഒരു ഡിഗ്രിയോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ജോലിക്ക് എത്തുമ്പോഴും പല വിദ്യാർത്ഥികളിൽ നിന്ന് ഇവിടെ +2 ക്വാളിഫിക്കേഷൻ വെച്ച് നീറ്റ് റിപ്പീറ്റുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണക്കാരാണ്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ഒരു ഇത്രയേറെ വലിയൊരു സ്ട്രെസ്സിലോട്ട് തള്ളി വിടുന്നത് ആരാണ് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് മിസ്റ്റേക്ക് പറയാൻ പറ്റുന്ന സത്യത്തിൽ പാരൻസിനെ തന്നെയാണ്. കാര്യം വിദ്യാർത്ഥികൾക്ക് എന്താണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്നുള്ളൊരു കാര്യം എടുത്ത് കൊടുക്കാനായിട്ട് പാരൻസിന് സാധിക്കുന്നില്ല എന്നത് ഏറ്റവും വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പം നമ്മൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോയിട്ട് നീറ്റ് എഴുതുകയാണ്. ആൾക്കൊരു 125 അല്ലെങ്കിൽ 130 മാർക്ക് ജസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ട് വരുന്നൊരു വിദ്യാർത്ഥി സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതി കഴിഞ്ഞാൽ എന്താ, ആള് 650 മാർക്ക് മേടിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറയുന്നത് 100-ൽ 1-2 കേസസ് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. നമ്മൾ ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-40% ആണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്ന് സെക്കൻഡ് അറ്റംപ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഏകദേശം ഒരു 350 മാർക്കൊക്കെ മേടിച്ചൊരു വിദ്യാർത്ഥി സെക്കൻഡ് അറ്റംപ്റ്റിൽ ഏകദേശം ഒരു 500 വരെയൊക്കെ പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും 100-ൽ മാക്സിമം ഒരു 20 സ്റ്റുഡൻസ് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ഇത്രയും വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയില്ല. ദെൻ അപ് ടു ഒരു 5% ഓഫ് ദ സ്റ്റുഡൻസ് മേ ബി നല്ല ഗ്രോത്തിലോട്ട് പോകാനായിട്ടും സാധിക്കും. ഇനി ഇതേ കേസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞൊരു കേസിലോട്ട് പോകണം. അതായത് +2 കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ഒരു റിപ്പീറ്റ് ചെയ്തു. ദെൻ അഗെയിൻ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റും തമ്മിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം തേർഡ് അറ്റംപ്റ്റിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഇപ്പം എൻ്റെ കയ്യിൽ കാശില്ല, പക്ഷേ എനിക്ക് വേറെ ഗ്രോത്തോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റ് കിട്ടുമോ എന്ന് ഭാഗ്യം നോക്കാൻ വേണ്ടി ദയവ് ചെയ്ത് പോയിട്ട് നിങ്ങളുടെ ഒരു വർഷം കളയുന്നത് ഭയങ്കര മണ്ടത്തരാണ്. കാര്യം നമ്മുടെ ടൈം നമുക്ക് നഷ്ടമാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ പ്രഷർ നമുക്ക് ഡേ ബൈ ഡേ ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ എബിലിറ്റി എന്താണെന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് ഒരു എക്സാമ്പിളാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു വിദ്യാർത്ഥി. അനിത ഷൺമുഖം എന്ന് പറയുന്ന വിദ്യാർത്ഥി, അവൾക്ക് +2-ൽ 1200-ന് അറൗണ്ട് 1176 മാർക്ക് മേടിച്ച വളരെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ ആൾക്ക് എൻട്രൻസിന് പെർഫോം ചെയ്യാൻ പറ്റില്ല. ആൾ ജസ്റ്റ് ക്വാളിഫൈഡ് പോലും ആവാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ മനോവിഷമത്തിലാണ് ആ ഒരു കുട്ടി എന്ത് ചെയ്തേക്കുന്നത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിലോട്ട് പോയേക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി ചിലപ്പോൾ +2-ന് നല്ല മാർക്ക് മേടിക്കുന്ന ആളായിരിക്കാം, പക്ഷേ എൻട്രൻസിന് മേ ബി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മക്കളെ കുറ്റം പറയാനല്ല വേണ്ടത്, അവർക്ക് എന്താണ് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് അത് പറഞ്ഞു കൊടുക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. രണ്ടാമത് ഞാൻ ഈ ഒരു എൻട്രൻസ് റിപ്പീറ്റേഴ്സിന്റെ എണ്ണം കൂട്ടുകയും വിദ്യാർത്ഥികളിൽ അനാവശ്യ പ്രഷർ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തിക്സും ഇല്ലാണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന കുറേയേറെ കോച്ചിങ് സെന്റേഴ്സ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു നീറ്റിന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷവും അത് കൂടാണ്ട് ഈ +2-ന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷവും നമ്മൾ കാണുന്ന 2 ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ +2-ന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 90 മുതൽ 95% മേലൊക്കെ മാർക്ക് മേടിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഫീസിൽ 25% ഓഫർ, 50% ഓഫർ, ഇനി ഫീസ് ഇല്ലാണ്ട് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, സ്കോളർഷിപ്പോടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ ഇതിന്റെ മേളമായിരിക്കും.
ഇതിന്റെ രണ്ടാമത് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നീറ്റിൽ 500 മേളിൽ മാർക്ക് മേടിച്ചു അല്ലെങ്കിൽ 550 മേളിൽ മാർക്ക് മേടിച്ചാൽ നിങ്ങൾ വേറെ ഫീസോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയി പഠിക്കാമെന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ്സ്. സത്യത്തിൽ ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ കോച്ചിങ് സെന്റേഴ്സും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിഹ ഒരു ക്ലാസ്സിൽ എന്താണ് ചിലപ്പോൾ 200 പേര് ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, അങ്ങനെ ഒരു 50 ക്ലാസ് ഉണ്ടാവും, 10,000 റിപ്പീറ്റേഴ്സ് അവർക്ക് ഉണ്ടാവാം. അപ്പൊ ഇതിൽ ഒരു ക്ലാസ്സിൽ 5 പേര് അഡീഷണൽ ഇരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇനി 5 പേർക്ക് ഹോസ്റ്റലും മെസ്സും ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ അവർ ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ 500 മാർക്ക് മേടിച്ചൊരു വിദ്യാർത്ഥി എന്താണ് മേ ബി അടുത്ത അറ്റംപ്റ്റിൽ ഒരു 620 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് പരസ്യം കൊടുക്കാനായിട്ട് എന്തായി ഒരു ഫേസ് ആയി. ശരിയല്ല, ഇതെന്ന് പറഞ്ഞാൽ ഒരു പോസിബിലിറ്റിയാണ്. ഇത് ഇങ്ങനെ 100 പേരെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് കടന്ന് ഇവർക്ക് പരസ്യം കൊടുക്കാനായിട്ടുള്ള ഒരു ഫേസ് ആവാൻ പോകുന്നത്. ബാക്കി 99 വിദ്യാർത്ഥികളും മേ ബി റിവേഴ്സിലായിരിക്കും പോകാൻ പോകുന്നത്. അപ്പോൾ ഈ 99 വിദ്യാർത്ഥികളും എന്ത് ചെയ്യും, മാനസികമായ പ്രഷറിലും അല്ലെങ്കിൽ എന്താണ് മെന്റൽ സ്ട്രെസ്സിലോട്ടൊക്കെ ആയിരിക്കും അവർ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ കോച്ചിങ് സെന്റേഴ്സിന് ഇതിനകത്ത് വലിയൊരു റോള് തന്നെയാണ്. അതായത് വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എബിലിറ്റിയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെന്റ് മെറ്റീരിയൽസ് ആക്കി മാറ്റുന്ന ഒരു എന്താണ് പ്രവണത ഇന്ന് നമുക്ക് കേരളത്തിൽ നിന്നല്ല, ഇത് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ 2 or 3 റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡന്റ് ആയാൽ പോലും മേ ബി 4 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻസിനോട് 4ാമത്തെ തവണ ആയിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത സമയത്ത് 550 മാർക്കുള്ള എഗെയിൻ അവന് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന കോച്ചിങ് സെന്റേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. കാര്യം പല വിദ്യാർത്ഥികളും ഞാനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, സാർ എനിക്കിപ്പം എന്താണ് അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്, ഞാൻ എഗെയിൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകും. അപ്പം നോർമലി ഞാൻ പിള്ളേരോട് ഞാൻ സംസാരിക്കുന്നത് 3 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തില്ലേ, ഇപ്പം കേരളത്തിലെ ഫീസ് കുറവാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് മേ ബി കേരളത്തിൽ MBBS എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പാരന്റ്സിനോട് പറയും എന്തെങ്കിലും പ്രോപ്പർട്ടിയോ കാര്യങ്ങളൊക്കെ വിറ്റിട്ടായാലും നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് എടുത്ത് തരാൻ പറയും എന്ന് പറയുമ്പോൾ, ഇല്ല സാർ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല, ഞങ്ങൾ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്താണ് വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നത്, ഒരു ക്ലിപ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടതുപോലെ പിടിച്ചു നിർത്തുന്ന കുറേയേറെ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ വലിയ സ്ട്രെസ്സിലോട്ട് തള്ളി വിടുന്നതിൽ ഇവർക്ക് വലിയൊരു എന്തുണ്ട് പങ്കുണ്ട് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. സോ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാൻ അല്ലെങ്കിൽ പാരൻസിനോട് പറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമയം നമ്മുടേതാണ്, ഫ്യൂച്ചർ നമ്മുടേതാണ്, പണം നമ്മുടേതാണ്. സോ ഈ ഒരു കാര്യം എന്താണ്, അതിൻ്റെ മേലെ ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ വേറെ ആരെയും അനുവദിക്കാനായിട്ട് പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എബിലിറ്റി എന്താണെന്നുള്ള കാര്യം പ്രോപ്പർലി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പെർഫോമൻസ് ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 300 മേടിച്ചൊരു വിദ്യാർത്ഥി ഞാൻ അടുത്ത അറ്റംപ്റ്റിൽ എന്താണ് 680 മേടിച്ചിട്ട് ഞാൻ എന്താണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മേടിക്കും എന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു റിപ്പീറ്റ് അടിച്ച് നോക്കാം, ഒരു റിപ്പീറ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കോർ നിൽക്കുന്നത് 450 ആണെങ്കിൽ എഗെയിൻ 680 എടുത്തിട്ട് നിങ്ങൾ ഗവൺമെന്റിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അത് രണ്ടാമത്തെ തവണ ചിലപ്പോൾ നിങ്ങൾക്ക് 490 ആയിരിക്കാം. എഗെയിൻ നിങ്ങൾ ഒരു ചാൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഫൂളിഷ്നെസ് ആണ്. കാര്യം വേറൊന്നല്ല, നിങ്ങളുടെ ടൈം നഷ്ടമാവുന്നുണ്ട്, നിങ്ങളുടെ സാമ്പത്തികം നഷ്ടമാവുന്നുണ്ട്. ഒരു കാര്യവുമില്ലാണ്ട് നിങ്ങളെ എൻകറേജ് ചെയ്ത് നിങ്ങളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ കാശ് മേടിക്കാൻ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി എന്താണ് ഒരു വഴി കാണിച്ചു തരാൻ ഇവരാരും തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ വിദ്യാർത്ഥികളെ സ്ട്രെസ്സിലോട്ട് തള്ളിവിടാണ്ട് അവർക്ക് മികച്ച ഒരു മാർഗം പറഞ്ഞു കൊടുക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ പാരൻസ് ആണ്. ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാവുന്നതാണ്. അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, എന്താണ് കറന്റ്ലി ഉള്ള സ്റ്റാറ്റസ് എന്നുള്ള കാര്യവും, അത് കൂടാണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ്. സോ ആസ് എൻ അഡ്വൈസ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 1,36,000 MBBS സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് മോർ ദാൻ 20 lakhs സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് 19 lakh സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ 10 times മേലുള്ള വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത്, 10 times അല്ല, എനിക്ക് തോന്നുന്നു 12 or 13 times സ്റ്റുഡൻറ്റ് മേലുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതി ഇതിനു വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു എക്സാമിനേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള എബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം പ്രോപ്പറായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകും. കാര്യം ഫ്യൂച്ചർ നിങ്ങളുടേതാണ്, നിങ്ങൾക്കാണ് നഷ്ടങ്ങളും നിങ്ങൾക്കാണ് ലാഭങ്ങളും ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടണോ ലാഭം ഉണ്ടാക്കണോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ബയോയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.